ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ നേവി ആക്ടർ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, എല്ലാം തീർന്ന് തീരുമാനമായതിന് ശേഷം നമ്മൾ കേരളത്തിലിപ്പം മൊത്തത്തിൽ UDF ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് രാജിവെക്കാൻ വേണ്ടി പല പല ആൾക്കാരും നമ്മളെ CM പിനുമാമൻ രാജിവെക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ പിനുമാമന്റെ പ്രതികരണം ലോക്സഭയിൽ വെച്ച് എന്തായിരുന്നു നിങ്ങളിത് കാണും. വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജിവെക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയെന്ന് പിണറായി ചോദിച്ചു. 2004 AK ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ കാരണമാണ്. അത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടേണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞങ്ങളോട് ബഷീർ ചോദിച്ചു, ബഹുമാനായ ബഷീർ, അദ്ദേഹത്തെ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്, നാണവും ഉളുപ്പും ഉണ്ടോ എന്ന്. ഞങ്ങൾക്ക് നാണവും ഉളുപ്പും ഇല്ലാതിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല. ഓ ഇംഗ്ലീഷൊന്നല്ല, ഇംഗ്ലീഷൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. നാടോ ഉടുപ്പ് ഉണ്ടോ എന്ന് തന്നെയാണ് ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അത് വേറെ, ഇതാണ് ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ ലീഗിന് വരുന്ന ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ഈ ജയത്തിന്റെ വലിയ തോതിലുള്ള ഒരു മത്തുപിടുത്തം അതുണ്ടായിരിക്കുന്നു എന്നാണ്. അത് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഇനിയും പാവപ്പെട്ട ജനങ്ങളായിട്ട് വെള്ളം കുടിപ്പിക്കാനുള്ള ഒരു തന്ത്രവും കൊണ്ട് ഇറങ്ങിയേക്കുക. ഒന്നുമില്ല, അധികാര കസേരയിൽ നിന്ന് മാറിയിട്ട് വേറെ ആൾക്ക് ചാൻസ് കൊടുത്തൂടെ? എന്തിനാ ഇത്ര മൂക്കിൻ്റെ അറ്റത്ത തുമ്പത്തുള്ള ദേഷ്യവും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്? ഒരു നല്ല ചിരിയോടെ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതോ, നല്ല മനുഷ്യനായിട്ട് പുള്ളിക്കാരന് ഒറ്റ കുട്ടികളായിട്ടോ മുതിർന്നവരെടുത്തോ പെരുമാറുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒറ്റ വീഡിയോയിൽ കണ്ടിട്ടില്ല. എപ്പോഴും പുള്ളിക്കാരന് വരെ മൈക്ക് ഇഷ്യൂ. മൈക്കിന് വരെ ആ ശബ്ദം കേൾക്കാൻ മടുത്ത്. സത്യം പറയല്ലോ, ഉള്ള കാര്യം പറയല്ലോ. മൈക്ക് തന്നെ പറയുക, ഒന്നും മിണ്ടാതെ പോവുമെന്നുള്ള രീതിയിലാണ്. എന്തിനാന്ന് പാവങ്ങളെ കൊല്ലാനായിട്ട് ഇനിയും താങ്കൾ അവിടെ ഇരിക്കുന്നത്? താങ്കളൊന്ന് മാറി തന്നു വേറെ നന്നായിട്ട് ഭരിക്കുന്നവരെങ്കിലും ഭരിച്ച് പാവപ്പെട്ടവർക്ക് പെൻഷൻ കറക്റ്റിന് കിട്ടുന്നില്ല. താങ്കൾക്ക് കിട്ടാനുള്ളത്, സാറിന് കിട്ടാനുള്ള എല്ലാം കിട്ടുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ വലിയ 7 ലക്ഷം രൂപയുടെ കർട്ടനും പൂളും ഒക്കെ പണിയാൻ ഇഷ്ടം പോലെ കാശുണ്ട് താങ്കൾക്ക്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമില്ല. സപ്ലൈകോയിൽ പോലും ഒരു സാധനം കിട്ടാനില്ല. എല്ലായിടും AI ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ഫൈൻ. ഇത് മാത്രമല്ലേ പുള്ളിക്കാരനെ അറിയത്തുള്ളൂ? വേറെ എന്തെങ്കിലും അറിയാമോ? ഫൈൻ അടിക്കാനുള്ള വേണ്ടി പൈസ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരന് ഈ കേരളത്തിൽ കയറി ഇരുന്നതിന് ശേഷം, ഭരണത്തിൽ ഇരുന്നതിന് ശേഷം എന്താണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? നേരെ മറിച്ച് പുള്ളിക്കാരൻ്റെ ഖജനാവ് നിറയ്ക്കാനുള്ള കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. ഉള്ള കാര്യം പറയല്ലോ, പുള്ളിയുടെ ഖജനാവ് നിറയ്ക്കാനേ നോക്കിയിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി എന്തിനാ? ജനങ്ങൾക്കുള്ള വോട്ടിലാണ് ഒരു മുഖ്യമന്ത്രി വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾക്കുള്ള വോട്ടിലാണ് മുഖ്യമന്ത്രി വരുന്നത്. അതിനുശേഷം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പേര് കേസെടുക്കുക, ഇവരുടെ പേര് കേസെടുക്കുക. അതെന്തൊരു പരിപാടിയാ? എല്ലാവർക്കും റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരം റൈറ്റ് ടു ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്. നമുക്ക് പറയാനൊരു ഇതുണ്ട്.
ആർക്കും എന്ത് വേണേ കാണിക്കാന്നുള്ള ഒരു ലൈസൻസ് കൊടുത്തിട്ടില്ല. അതിന് നിയമമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കാശും നമ്മളെ ടാക്സും അതും ഇതും ആ കാര്യത്തിലും എല്ലാം വെട്ടി മേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുള്ളിക്കാരന് വിദേശ യാത്രയ്ക്കൊക്കെ പോകാൻ കാശുണ്ടല്ലോ. പുള്ളിക്കാരന് വിദേശ യാത്രയൊക്കെ ചെയ്ത് അമേരിക്കയിൽ പോയി സുഖചികിത്സയൊക്കെ ചെയ്യാനുള്ള കാശുണ്ടല്ലോ. അത് ആരൊക്കെയുള്ള കാശാ? നമ്മൾ ജനങ്ങൾക്കുള്ള കാശ്. കഷ്ടമുണ്ട്. ഇതെല്ലാം കാണിക്കുന്നതുണ്ടല്ലോ, വെറും പറയാൻ വാക്കുകളില്ല. എല്ലാം മണ്ടന്മാര്. വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ വിട്. അയ്യോ, വാ തുറന്നു കഴിഞ്ഞാൽ പൊട്ടത്തരം. വേറൊരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്, ഒരു പണിക്കും കൊള്ളാത്ത ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്, വീണ ജോർജ്. ഇന്നലെ കുവൈത്തിലോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് യാത്ര സന്ദർശിക്കാനായിരിക്കും പോകാനായിട്ട് നോക്കിയാൽ. അല്ലാതെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഒന്ന് ശുചിമുറിയും ശുചീകരണ ആ വൃത്തിയോ അതും എല്ലാം ഒന്ന് നോക്ക്. അപ്പം മനസ്സിലാവും ഇവരെ തനി നിറം. അധികാരത്തിൽ കയറി നിൽക്കുക, ഇറങ്ങി പോകാൻ നോക്കും ഇങ്ങോട്ട്. വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ക്യൂവില്, അവർക്ക് വല്ലതും ചാൻസ് കൊടുത്തിട്ട് നാട് രക്ഷപ്പെടട്ട്. മുടിപ്പിക്കല്ലേ പ്ലീസ്, മുടിപ്പിക്കല്ലേ. തൊഴുത് പറയുക. ഒരു മുല്ലപ്പെരിയാർ പ്രശ്നം വന്നിട്ട് കുറെ നാളുകളായി. ഖജനാവി കാശ് ഇറങ്ങാനുണ്ട്. ഇത് എപ്പോഴാ പൊട്ടുന്നെന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. എത്ര പേർക്കുള്ള ജീവനാ പോകുന്നതെന്ന് അതും അറിയത്തില്ല. ഖജനാവ് ഇറങ്ങാനായിട്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ രാജിവെക്കത്തില്ല. കേന്ദ്രം ഇടപെട്ടെങ്കിൽ ഇനി എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ പാവപ്പെട്ടവർക്കുള്ള വയറ്റത്തിരുന്ന് അടിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ഇനിയും ഇരിക്കുന്നത്. അപ്പം ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you.